Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي المصطفى محمد صلى الله عليه وسلم سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم شفيعنا رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള കാരണവന്മാരെ, കർമ്മധീരരായ പ്രവർത്തകരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 5ാം തവണയും ചാലിയത്ത് വന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയങ്ങൾ വിശദീകരിക്കുകയും വഹാബിസത്തിന്റെ കപട മുഖങ്ങളെ അനാവരണം ചെയ്യുവാനുമുള്ള ഭാഗ്യം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അല്ലാഹു ഇതിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാത്മാക്കളായ നൂറുദ്ദീൻ ഷെയ്ഖ്, ശിഹാബുദ്ദീൻ ശാലിയാത്തി പോലത്തെ മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ചാലിയത്ത് അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, മഹത്വം കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, കഴിഞ്ഞ തവണകളിൽ ഞാൻ പ്രസംഗിച്ചിരുന്ന പല വിഷയങ്ങൾക്കും മറുപടിയില്ലാതെ മുജാഹിദ് മൗലവിമാർ ആള് മാറി പിന്നെ വീണ്ടും മാറി വന്നു പ്രസംഗിച്ചുവെങ്കിലും അതിനൊന്നും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വിഷയങ്ങളെ പരാമർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മുമ്പ് ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. ആ വിഷമം തീർക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ 2 ദിവസം
വഹാബി മൗലവിയെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിപ്പിച്ചത്. ഞാൻ ആവേശപൂർവം ആ സീഡികൾ കേട്ടപ്പോ ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് കരുതി ഞാൻ അത് കേട്ടപ്പോൾ സത്യത്തിൽ ആകെ ഞാൻ ലജ്ജിച്ചു പോയി. മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് വല്ലാത്ത ഒരു ലജ്ജ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഞാൻ പരാമർശിച്ച മറുപടി പറയേണ്ടുന്ന വിഷയങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 2 ദിവസം പ്രസംഗിച്ചിട്ട് അതൊന്നും പറയാൻ ഈ മൗലവിക്ക് സമയം കിട്ടുന്നില്ല. അയാൾക്ക് പറയാനുള്ളത് എന്താണ്? ഇവിടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അയാൾ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഫലപ്രഖ്യാപനം വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പൊന്നാനിയിൽ ഡോക്ടർ ഹുസൈൻ അണ്ടത്താണി തോറ്റതിനെ കുറിച്ച് അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ തോന്നിപ്പോവുക ഈ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ ഒക്കെ നിർത്തിയത് സമസ്തയാണ് അല്ലെങ്കിൽ സുന്നികളാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെ അദ്ദേഹം വെറുതെ ആഘോഷിക്കുകയാണ്. സഹോദരന്മാര് ചിന്തിക്കണം. അതിനു പുറമെ ചേളാരി വിഭാഗത്തിന്റെ ആളുകൾ നടത്തിയ ഒരു സമ്മേളനം, ആ സമ്മേളനത്തിലുള്ള കുറെ ക്ലിപ്പുകൾ കൊണ്ടുവന്ന് അതുപോലെ ആ വിഭാഗത്തിലുള്ള ഒരുപാട് ആളുകൾ സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ ക്ലിപ്പുകൾ കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ കുറെ സമയം ചെലവഴിച്ചു എന്നല്ലാതെ ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ആ സാധുവിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ 2 ദിവസവും കുറെ കളവുകളുടെ കൂമ്പാരമായിരുന്നു അദ്ദേഹം ഇവിടെ നിരത്തിയിരുന്നത്. ഇൻഷാ അല്ലാഹ് സമയം പോലെ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. അതെന്തിനാണ്? മറുപടി ഇല്ലെങ്കിലും കളവുകൾ പറഞ്ഞിട്ടെങ്കിലും ഈ അണികളെ പിടിച്ചിരുത്താൻ എന്തെങ്കിലും ഒരു വേല ചെയ്യണമല്ലോ. അതിന് പറ്റിയ തൊലിക്കട്ടിയുള്ള മൗലവിയാണ് സക്കരിയ സലാഹി എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രവണത മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഒരുപാട് ക്ലിപ്പുകൾ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പും ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഒന്നിനെ പരാമർശിക്കാൻ അയാൾ ശ്രമിച്ചു എന്നല്ലാതെ സഹോദരന്മാരെ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും അയാൾ ഇവിടെ ഒന്നും മിണ്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബാലനും രാമനും ഒക്കെ മുസ്ലിമാണ് എന്ന് മുജാഹിദിന്റെ വലിയ മൗലവി പ്രസംഗിച്ചിരുന്നു. ആ മൗലവിയെ ഇപ്പോഴും ഇയാള് താങ്ങി നടക്കുകയാണ്, ന്യായീകരിക്കുകയാണ്. ആ ബാലുശ്ശേരിക്കാരൻ മൗലവി ബാലനും രാമനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ വെച്ചിരുന്നു. ബാലനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞ ക്ലിപ്പ് ഞാൻ വെച്ചിരുന്നു. കാന്തപുരം ഉസ്താദ് അബൂജഹലിന്റെ നേതാവാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞിരുന്ന ക്ലിപ്പുകൾ, അതുപോലുള്ള ഒരുപാട് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. അതിനൊന്നും ഒരു മറുപടി മൂപ്പർക്കില്ല. അതിനൊക്കെ പാടെ മൂപ്പർക്ക് ആകെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഹുസൈനിന്റെ താണി പൊന്നാനിയിൽ തോറ്റു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇതെങ്ങനെ അതിന് മറുപടിയാവുമോ? ഈ രാജ്യത്ത് ചാലിയത്തുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നവരല്ലേ സഹോദരന്മാരെ? ഞാൻ അതിലേക്ക് കടന്നു വരുന്നു. ഇവിടെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വായിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 2 ദിവസം പ്രസംഗിച്ചിട്ടും ഈ മനുഷ്യൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ സ്ത്രീകളുടെ കയ്യെഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെളിവുകൾ നിരത്തി ഞാൻ സ്ഥാപിച്ചിരുന്നു. 2 ദിവസം അയാൾ ഘോരഘോരമായി പ്രസംഗിച്ചു. അയാളുടെ ശഹ്വത്ത് തീർത്തു എന്നല്ലാതെ പറഞ്ഞ വിഷയത്തിന് അദ്ദേഹം മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ വളരെ ചാരിതാർത്ഥ്യത്തോടെ, വളരെ സന്തോഷത്തോടെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ സംരംഭം ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ പ്രവർത്തകരോട് പറയുന്നു, അത് മാത്രം മതി. നമ്മുടെ ഇതുവരെയുള്ള ഈ 4 അല്ലെങ്കിൽ 5 തവണയായി നാം നടത്തുന്ന ഖണ്ഡന പ്രസംഗത്തിന്റെ നേട്ടം എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അള്ളാഹു നമുക്കൊരു മുതൽ കൂട്ടാക്കി തരുമാറാവട്ടെ. എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ 2 ദിവസം നടന്ന പ്രസംഗത്തിൽ നേരത്തെ വളരെ കർക്കശമായി ബിദ്അത്തായി പ്രഖ്യാപിച്ചിരുന്ന, അനാചാരമാക്കി മുദ്ര കുത്തിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെയൊക്കെ അദ്ദേഹം സക്കരിയ സലാഹി എന്ന ഏറ്റവും വലിയ മുജാഹിദിന്റെ ശൗര്യമുള്ള മൗലവി ഇവിടെ സമ്മതിക്കുന്ന സന്തോഷകരമായ രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
സഹോദരന്മാരെ, ഞാൻ പറഞ്ഞിരുന്നു വിചിന്തനത്തിൽ ഞാൻ വായിച്ചിരുന്നു ഞങ്ങളുടെ ബിദ്അത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു വഹാബി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ വിചിന്തനം. ഈ വിചിന്തനത്തിൽ പറയുന്നുണ്ട്, ഒരുപാട് ബിദ്അത്ത് എണ്ണിയ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ തിരുകേശത്തിന് ഒരു പ്രത്യേകതയുമില്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിചിന്തനം പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ വായിച്ചിരുന്നു, പ്രവാചക കേശത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബികൾ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന ഈ രൂപത്തിൽ വിചിന്തനത്തിൽ അവര് എഴുതിയത് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയും എന്നിട്ട് ആരംഭ റസൂലിന്റെ സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടി സൂക്ഷിച്ചു വെക്കുകയും അത് വിതരണം ചെയ്യാൻ വേണ്ടി റസൂലുള്ള നിർദ്ദേശിക്കുകയും സ്വഹാബികൾ അത് തിക്കും തിരക്കും കൂടി ഏറ്റുവാങ്ങുകയും ചെയ്ത സംഭവങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നു സഹോദരന്മാരെ. എന്നാൽ നിങ്ങൾക്കറിയണമോ, ആ പ്രമാണങ്ങളുടെ നിരയങ്ങ് ചെന്നപ്പോ എന്തിനും ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ദുർവ്യാഖ്യാന രാജനായ സക്കരിയ സലാഹിക്ക് സഹോദരന്മാരെ പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് ഞങ്ങൾ അരികിൽ വന്ന ഒരു അബദ്ധമാണ്, ഞങ്ങൾ അത് തിരുത്തുന്നതാണ്. നിങ്ങൾ ഓർക്കണം, ചാലിയത്തെ നമ്മുടെ പ്രസംഗം കൊണ്ടുണ്ടായ ഒരു നേട്ടമാണത്. ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഞങ്ങളുടെ പുസ്തകത്തിലോ പ്രസിദ്ധീകരണങ്ങളിലോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% സത്യമാണ് എന്ന് പറഞ്ഞു കൊട്ടിഘോഷിച്ചിരുന്ന സക്കരിയ സലാഹി പ്രമാണങ്ങളുടെ മുമ്പിൽ ചാലിയത്ത് വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുജാഹിദിന്റെ വാദം, അവരുടെ മുഖപത്രം എഴുതിയ വാദമതാ അവർ തിരുത്തുകയാണ്, അബദ്ധമാണെന്ന് കുമ്പസരിച്ചിരിക്കുകയാണ്, അത് സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ചാലിയത്തെ പ്രസംഗം കൊണ്ട് നമുക്കുള്ള നേട്ടം, ഏറ്റവും വലിയ നേട്ടം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിക്ക് പ്രത്യേകതയുണ്ടെന്നും അത് സ്വഹാബത്ത് സൂക്ഷിച്ചു വച്ചിരുന്നുവെന്നും അതിന് ബഹുമാനമുണ്ടെന്നും കേരളത്തിലെ മുജാഹിദുകളുടെ തലതൊട്ടപ്പനായ മൗലവിമാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഉറച്ചു പറയുന്നു, ചാലിയത്തെ ഗണ്ണനം കൊണ്ട് തീർച്ചയായും നമുക്ക് ഗുണമുണ്ട്, നേട്ടമുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. സക്കരിയ സലാഹി പറയുന്നു, നിങ്ങൾ കേട്ടോളൂ, അയാൾ പറയട്ടെ. അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങൾ സമ്മതിക്കുന്നു, സൂക്ഷ്മത കുറവാണത്. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവരുമായി പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. യാതൊരു സംശയം വേണ്ട, നിന്നെ കൊണ്ട് അതുപോലെ ഓരോന്ന് ഞങ്ങൾ തിരുത്തിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ചാലിയത്തെ ഖണ്ഡനം കൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ദാരുണമായ രംഗം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അനാചാരങ്ങളും ബിദ്അത്തുകളും കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നാരിയത്ത് സ്വലാത്ത് ബിദ്അത്താണ് എന്ന് മുജാഹിദുകൾ കൊട്ടിഘോഷിക്കുന്നു. സാക്ഷാൽ സക്കരിയ സലാഹി തന്നെ പറയുന്നത് എന്താണ്? നാരിയത്ത് സ്വലാത്ത് അനാചാരമാണ്, ബിദ്അത്താണ്. അത് പറയാൻ കാരണം എന്താണ്? അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത് എന്നാ ചോദിച്ചിരുന്നത്. അയാൾ മുമ്പ് പറഞ്ഞിരുന്നത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടി കേൾക്ക്. അയാളുടെ അവകാശവാദം കേട്ടോളൂ. നാരിയ സലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബില ഒന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. ആരംഭ റസൂല് പറഞ്ഞു തന്ന, കാണിച്ചു തന്നതല്ലാത്ത ഒരു വാക്കും വചനവും ഒരു സ്വലാത്തും നമുക്ക് ഉണ്ടാക്കാനേ പാടില്ല എന്ന് സക്കരിയ സലാഹി ഗീർവാണ പ്രസംഗം നടത്തിയ ഈ ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ തവണ വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു,
അവരുടെ എ പി അബ്ദുൽ ഖാദർ മൗലവി, ടി പി അബ്ദുള്ള കോയ മദനി, ഹുസൈൻ സലഫി, സക്കരിയ സലാഹി തുടങ്ങിയ മൗലവിമാരുടെ ക്ലിപ്പുകൾ ഞാൻ വെച്ചുകൊണ്ട് ചോദിച്ചിരുന്നു, അല്ല സക്കരിയ, അടുത്ത തവണ നീ പറയണം ഇതൊക്കെ ഏത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നതാണ് എന്ന് ചോദിച്ചിരുന്നു. ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വന്ന സ്വലാത്തുകളല്ല അവർ ഉരുവിടുന്നത്. ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വരാത്ത സ്വലാത്ത് ചെല്ലലാണെങ്കിലോ അത് അനാചാരമാണ്, നരകത്തിലേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞ സക്കരിയ സലാഹിയോട് ഞങ്ങളുടെ സുന്നി പക്ഷത്ത് നിന്നുള്ള ചോദ്യം ചങ്കിന് തറച്ചപ്പോ കഴിഞ്ഞ തവണ സക്കരിയ സലാഹി കുമ്പസരിക്കുന്നു, തിരുത്തുകയാണ്. ആ വാദം സക്കരിയ തിരുത്തി കുറിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത് എന്നറിയോ? സ്വലാത്ത് ഏത് രൂപത്തിലുമാവാം. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങളുടെ ഭാഗത്തേക്ക്, ആദർശത്തിലേക്ക് ഓരോന്നോരോന്ന് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിന്നെ കൊണ്ട് തിരുത്തിപ്പിക്കും. അയാൾ പറയുകയാണ് ഏത് വാദവുമാകാം, സ്വലാത്ത് എങ്ങനെയുമാവാം, ഏത് ഭാഷയിലുമാവാം. ഞങ്ങൾക്ക് ഹിദായത്തിന്റെ കാരണക്കാരനായ നബിയെ എന്ന് പറഞ്ഞ അതിലും സ്വലാത്തുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്ത് തന്നെ. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ തവണ ഞാൻ വിചിന്തനം പറഞ്ഞിരുന്നു, വായിച്ചിരുന്നു. വിചിന്തനത്തിൽ പറയുന്നത് എന്താ? പ്രവാചകന്റെ പേരിൽ ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹീമിയ സ്വലാത്താകുന്നു. അത് ചൊല്ലാൻ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ഹംദിന്റെയും സ്വലാത്തിന്റെയും പദങ്ങൾ വരെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു. അതിനാൽ കള്ളനാണയങ്ങളെ വിശ്വാസികൾ തിരിച്ചറിയണം. അതായത് റസൂൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച സ്വലാത്തല്ലാതെ ചെല്ലാൻ പാടില്ല. വിചിന്തനവും പറഞ്ഞിരുന്നു, സക്കരിയ സലാഹിയും പറഞ്ഞിരുന്നു. ഞാൻ പ്രമാണങ്ങൾ നിരത്തി മുജാഹിദുകളുടെ സലാത്തുകളുടെ നീണ്ട നിരയങ്ങ് വെച്ചപ്പോ ഇപ്പൊ സക്കരിയ സലാഹി പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കട്ടെ. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല അതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാള് അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. നിങ്ങൾ അതിന് പറ്റിയ കൂട്ടണേ. എന്താ സഹോദരൻ, മൂപ്പര മനസ്സിലുള്ളത് അങ്ങനെ. പിന്നെ മൂപ്പർക്ക് ഓർമ്മ വന്നത്, പിന്നെ മൂപ്പര് തിരുത്താൻ നോക്കുക കേട്ടോളുകള്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടണേ. അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്. ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. പറയിപ്പിക്കും, എന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. ചാലിയത്തെ ഗണ്ണനത്തിന്റെ ഗുണമാണിത് സക്കരിയ, പഠിച്ചോ നീ. കഴിഞ്ഞിട്ടില്ല, പറയട്ടെ. ഏത് പദം ഉപയോഗിച്ചുമാകാം, ഏത് പദം ഉപയോഗിച്ചുകൊണ്ടുമാകാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അതേ പദം തന്നെ വേണമെന്നില്ല. സക്കരിയ, അയാളെ താങ്ങി നടക്കുന്ന മൗലവിമാരെ, നിങ്ങൾ ഇത് പഠിച്ചോളൂ. ചാലിയത്തെ ഗണ്ണനം കൊണ്ട് നേട്ടം ആർക്കാണെന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ ചിന്തിക്കട്ടെ. അയാൾ പറയുന്നത് കേട്ടോളൂ, ഏത് പദവുമാകാം, ഏത് പദം ഉപയോഗിച്ചുമാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുമ്പോൾ അതിരുവിട്ട പ്രശംസകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിലെ തത്വം. അതിലെ തത്വം അതാണ്. രണ്ട് സംഗതിയാണ്. ഒന്നെന്താ, അതിരുവിട്ട് പ്രശംസിക്കാൻ പാടില്ല. മറ്റൊന്ന് വസ്തുതക്ക് നിരക്കാത്തത് ഉണ്ടാവാനും പാടില്ല. ആരാ റസൂലുള്ളാഹി തങ്ങളെ അതിരുവിട്ട് പ്രശംസിക്കുന്നത്? അല്ലെങ്കിൽ വസ്തുതക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞ് പ്രശംസിക്കുന്നവർ ആരാ? സുന്നികൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാണ്. നാരിയത്തു സ്വലാത്തല്ലാതെ ഏതാരും ഇല്ല എന്നും ഉറപ്പാണ്. സഹോദരന്മാരെ, ചിന്തിക്കണം. ഇവിടെ വന്ന് സക്കരിയ നേരത്തെ പറഞ്ഞിരുന്നത് എന്താ? അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തന്നല്ലോ നിങ്ങൾക്ക്. എന്തായിരുന്നു? അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സലാത്തല്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല. സലാത്ത് ഒരു ഇബാദത്താണ്, അതല്ലാത്തത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സക്കരിയയെ കൊണ്ട് ചാലിയത്തിന്റെ മണ്ണിൽ നൂറുദ്ദീൻ ശൈഖിന്റെ കാൽപാദം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ ശിഹാബുദ്ദീൻ ശാലിയാത്തിയുടെ മണ്ണിൽ വെച്ച് സുന്നി മക്കൾ ഇതാ തിരുത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞില്ല. അയാളെന്ന് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് അയാൾ എന്തു ചെയ്യുന്നു? ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സ്വലാത്തും വന്നാൽ അതൊരു തെറ്റല്ല. സഹോദരന്മാര് ചിന്തിക്കണം. എന്താണ് അവർ മുജാഹിദ് പ്രസ്ഥാനം? ചാലിയത്തെ ഗണ്ണനത്തിൽ മുജാഹിദിന്റെ പതനം എവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതെന്തുകൊണ്ടാ സംഭവിക്കുന്നത്? നമുക്കറിയാം. ഞങ്ങൾ പ്രമാണങ്ങൾ അങ്ങ് നിരത്തിയപ്പോ ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റിയതാണ്. ഞാൻ പറയല്ല, സക്കരിയ സലാഹി പറയട്ടെ.
മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നു. അപ്പൊ ഇവിടെ വെച്ചപ്പോ വാദം മാറ്റി. അതാണ് വാദം മാറ്റി. ഞങ്ങളും പറയുന്നതാണ്, സക്കരിയ പറഞ്ഞതുപോലെ വാദം മാറ്റിയിരിക്കുന്നു. നിങ്ങളെ വാദം നിങ്ങളെ ഞങ്ങൾ ഓരോന്നോരോന്ന് മാറ്റിക്കും. സഹോദരന്മാരെ, അപ്പൊ നമ്മൾ ചെല്ലുന്ന നാരിയ സ്വലാത്തിൽ ഒരു കുഴപ്പമില്ല, അത് അതിരുവിടുന്ന പ്രശ്നമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്താണ്? അതിരുവിടാൻ പാടില്ല എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിരുവിടൽ? ആരംഭ റസൂലുള്ള പഠിപ്പിക്കുന്നു, ലാ തുതുറൂനി കമാ അതറത്തിൻ നസാറ ഇബ്നു മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലൂ അബ്ദുല്ലാഹി വറസൂലുഹു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മക്കളെ, നിങ്ങൾ എന്നെ അമിതമായി അതിരുവിട്ട് പ്രശംസിക്കരുത്. എങ്ങനെയാണ് അതിരുവിട്ട് പ്രശംസിക്കൽ? കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ അതിരുവിട്ട് പ്രശംസിച്ചതുണ്ട്, അതുപോലെ പറയരുത്. ക്രിസ്ത്യാനികൾ എന്തേ പറഞ്ഞിരുന്നത്? ഈസാ നബി ദൈവപുത്രനാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്. പിന്നെയോ റസൂലുള്ള പറയുന്നു, ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ പറയണം, അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാകുന്നു, റസൂലാകുന്നു എന്ന് പറയുക എന്നല്ലാതെ ഇബ്നുല്ലാ, അള്ളാന്റെ ദൈവപുത്രനാണ് നബി മുഹമ്മദ് നബി എന്ന് പറയരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ഈ ജൂതന്മാര് പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാകുന്നു, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ യേശു അല്ലാഹുവിന്റെ പുത്രനാകുന്നു. അതുപോലെ നിങ്ങൾ പറയരുത്. അതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ മഹാനാണ്, മഹത്വമാണ്, മഹത്വമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് നിരക്കാത്തതൊന്നും ഞങ്ങളുടെ നാരിയത്ത് സ്വലാത്തിലോ അല്ലാത്ത സ്വലാത്തിലോ പറഞ്ഞിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേലിൽ പരിപൂർണ്ണ സ്വലാത്തും സലാമും നീ ചെയ്യണേ തമ്പുരാനേ. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, ആ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടാണ് പ്രശ്നങ്ങൾ അഴിക്കപ്പെടുന്നത്, പരിഹരിക്കപ്പെടുന്നത്. വതംഫരിജു ബിഹിൽ ഖുറബു, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്, ഇല്ലാതെയാകുന്നത്, തട്ടിപ്പോകുന്നത് ആ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടാകുന്നു. എത്രയാണ് സഹോദരന്മാരെ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആരംഭ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട്, തങ്ങൾ മുഖേന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയായ നൂറുകണക്കിന് സംഭവം കാണില്ലേ, അറിയില്ലേ? ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസ്, ബഹുമാനപ്പെട്ട സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിൽ വരികയാണ്, കാലിന് വെട്ടേറ്റിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. ജനം പറയുന്നു ഉസീബ സലമ, സലമയുടെ കഥ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നപ്പോ ആരംഭ റസൂലുള്ളാഹി എന്തു ചെയ്യുന്നു? നഫസ ഫീഹി സലാസ നഫസാത്ത്, അല്ലാഹുവിന്റെ റസൂൽ 3 പ്രാവശ്യം അതിൽ ഊതുന്നു, തുപ്പുനീരോട് കൂടെ ഊതുന്നു, കൈകൊണ്ട് തടവുന്നു. മഹാനായ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിനേറ്റ വെട്ട് അതാ അതിൽ നിന്ന് മുക്തരാകുന്നു, ശമനമുണ്ടാകുന്നു. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് ഉഹദ് യുദ്ധത്തിൽ അമ്പേൽക്കുകയാണ്, ആ കണ്ണ് താഴോട്ട് തെറിച്ചു വീടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഖതാദ റളിയല്ലാഹു അൻഹു ഈ കണ്ണുമായി ചെല്ലുന്നു, നബിയേ എന്റെ കണ്ണിതാ പുറത്തേക്ക് വന്നിരിക്കുന്നു, നബിയേ അമ്പെയ്തിരിക്കുന്നു, ആ അമ്പ് തറച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അമ്പെടുത്തു മാറ്റി, അവിടുത്തെ തുപ്പുനീരെടുത്തുകൊണ്ട് പുരട്ടുന്നു, കണ്ണ് യഥാസ്ഥാനത്ത് വെക്കുന്നു, രോഗം ശമനമുണ്ടാകുന്നു. ഖതാദ പറയുന്നു, എന്റെ മറ്റേ കണ്ണിന് അസുഖമാകുമ്പോൾ വരെ ഈ കണ്ണിന് അസുഖം ബാധിക്കാറില്ല. ഞങ്ങളുടെ നാരിയത്തു സ്വലാത്ത് ഏത് സ്വലാത്താവട്ടെ അതിലൊക്കെയുള്ളത് യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ. ആവശ്യങ്ങൾ നിറവേറപ്പെടൽ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടാണ് എന്ന് നാരിയത്തു സ്വലാത്തിൽ പറയുന്നതിൽ ഒരു പ്രശ്നമില്ല, ഒരു തെറ്റുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബികൾ പറയുന്നു, നബിയെ ഹലകത്തിൽ അംവാൽ, ഞങ്ങളുടെ സമ്പത്ത് നശിച്ചു പോയി നബിയെ, ഞങ്ങളുടെ മക്കളൊക്കെ വിഷമിച്ചു പോയി നബിയെ, ഞങ്ങൾക്ക് മഴയില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തുന്നു, ഉടനെ മഴ പെയ്യുന്നു. സ്വഹീഹുൽ ബുഖാരി അല്ലേ? അതാണ് പറയുന്നത്, ആവശ്യങ്ങൾ നിറവേറപ്പെടും. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്.
അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വഹുസ്നുൽ ഖവാതിമി, അതുപോലെ തന്നെ നമ്മുടെ അവസാനം നന്മയുള്ള ഈമാനോടുകൂടി മരിക്കുക എന്നത് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ലഭ്യമാകുന്നത് തന്നെയല്ലേ? ആർക്കാണ് അതിൽ സംശയമുള്ളത്? വയുസ്തസ്ഖൽ ഖമാമു ബിവജ്ഹിഹിൽ കരീം, അള്ളാഹുവിന്റെ റസൂലിന്റെ വജ്ഹ് മുഖേന ആ മഴ ലഭിക്കാറുണ്ട്. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയതല്ലേ വയുസ്തസ്ഖൽ ഖമാമു ബിവജ്ഹിഹി, സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ നാരിയത്തു സ്വലാത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ മുഴുവനും യാഥാർത്ഥ്യമാണ്, അതിരുവിട്ടതല്ല, അതിൽ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് സക്കരിയ സലാഹിയെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുന്നിടത്തേക്ക് ചാലിയത്തെ ഖണ്ഡന പ്രസംഗം എത്തി എന്ന കാര്യം സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ ഖണ്ഡന പ്രസംഗം തുടർന്നു പോകണം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. എന്നിട്ട് ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ പഠിക്കട്ടെ. പക്ഷേ പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ല, അല്ലെങ്കിൽ പല വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞില്ല എന്ന പരാമർശം പലർക്കും ഉണ്ട്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് നാളെ മുഖാമുഖം ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഏത് ചോദ്യത്തിനാ, ഏത് പരാമർശത്തിനാ മറുപടി പറയാത്തതെങ്കിൽ വരണം, അവർ ചോദിക്കണം, എന്നിട്ട് സംശയം തീർക്കണം. സഹോദരന്മാരെ, ഒരു കാര്യവും കൂടി ഞാൻ പറയട്ടെ. ഇവിടെ കഴിഞ്ഞ 2 തവണ സക്കരിയ സലാഹി പ്രസംഗിച്ചപ്പോഴും ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ നേർക്ക് നേരെ ഇരുന്ന് ചർച്ചയ്ക്ക് തയ്യാറാവണം, മുഖാമുഖത്തിന് തയ്യാറാവണം, സംവാദത്തിന് തയ്യാറാവണം. അന്ന് പറഞ്ഞതെന്താ? ഇവരുടെ മുഖാമുഖം എന്ന് പറഞ്ഞാൽ അത് നാടകമാകുന്നു അല്ലേ? ഞാൻ അതിന് മറുപടി പറഞ്ഞത് എനിക്കറിയാം. ഇവിടെ നമ്മുടെ വിപണിയിലുള്ള CD-യിൽ അത് കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? മുഖാമുഖമൊക്കെ നാടകമാകുന്നു, അത് ഇവര് തന്നെ ആളെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുക, ചോദിപ്പിക്കുക, എന്നിട്ട് ഇവര് മറുപടി പറയുക. ഞങ്ങൾ മുജാഹിദുകൾ ആരും അതിലേക്ക് തയ്യാറാകില്ല, ചോദിക്കാൻ പോകലില്ല, ഞങ്ങൾക്കൊണ്ട് സംശയമില്ല എന്നൊക്കെ പലപ്പോഴും പല വേദികളിൽ വെച്ചും മുജാഹിദ് മൗലവിമാര് പറയാറുണ്ട്. എന്നാൽ ചാലിയത്തെ കഴിഞ്ഞ 2 ദിവസം പ്രസംഗിച്ച സക്കരിയ സലാഹിയുടെ പ്രസംഗത്തിൽ ആ കളവിന്റെയും വേരറുത്തിരിക്കുന്നു എന്ന കാര്യം സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അദ്ദേഹം സമ്മതിക്കേണ്ടി വന്നു. എന്താ സമ്മതിക്കുന്നത് എന്നറിയോ? മുഖാമുഖങ്ങളിലേക്ക് അവര് തന്നെ ആളെ പറഞ്ഞയക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് അവരാരെങ്കിലും അല്ല, സക്കരിയ സലാഹിന്റെ അരുമ ശിഷ്യനെ തന്നെ അയാൾ പറഞ്ഞയച്ചതായി അയാൾ തന്നെ സമ്മതിക്കുന്നു. നോക്കൂ നിങ്ങൾ, നുണ പറഞ്ഞാൽ പോരാ, നുണ പൊളിയാതെ സൂക്ഷിക്കാനും കൂടി സക്കരിയ ശ്രമിക്കണമെന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. കേട്ടോളൂ നിങ്ങൾ, അയാൾ തന്നെ പറയട്ടെ. കൊടുവള്ളിയിൽ വെച്ച് ബോബനും മോളിയും എന്ന് പറഞ്ഞതുപോലെ അലവിയും സുലൈമാനും ഇതേ നുണ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കുട്ടികൾ ആ ശബാബിന്റെ അപ്പുറം വായിക്കണമെന്ന് പറഞ്ഞു. ശബാബ് തരണം ഞങ്ങൾക്ക്, നിങ്ങൾ ആ വായിച്ച ശബാബ് തരണം. തരാൻ കൂട്ടാക്കുന്നതിന് ബഹളമുണ്ടാക്കി. അവസാനം കുട്ടി വാങ്ങി വായിച്ചു. കണ്ടോളി, സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കപടവിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരവയവവും ലഭിക്കുണ്ടായിരുന്നില്ല. അതിന് അല്ലാഹുവിന്റെ അതാണ് മൂസ, കടവത്തൂർ കോളേജിൽ പഠിച്ച എന്റെ ശിഷ്യൻ. അതാണ് മൂസ, കടവത്തൂർ കോളേജിൽ പഠിച്ച എന്റെ ശിഷ്യൻ. അങ്ങനെ ചോദിച്ചു എന്നാ പറയുന്നത്. ഇയാൾ തന്നെ പറഞ്ഞത് സുന്നികൾ തന്നെയാണ് ചോദിക്കാറുള്ളത്, അല്ലാതെ ആരല്ല, മുജാഹിദുകൾ ചോദിക്കാറില്ല എന്ന് പറഞ്ഞ ആ മൗലവിയാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, കളവുകൾക്ക് കൂടുതൽ കാലം ആയുസില്ല. ഏത് കളവുകളുടെയും സ്വഭാവം അങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ചാടും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം സഹോദരന്മാരെ. പിന്നെ ഇയാൾ പ്രസംഗം നോക്കുമ്പോൾ അങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ ഇങ്ങനെ സമ്മതിക്കുകയാണ്. ഞങ്ങൾ ഇത് വളരെ നേരത്തെ പറഞ്ഞതാണ്. മുജാഹിദ് പ്രസ്ഥാനം വെറും അബദ്ധ പ്രസ്ഥാനമാണ്, അബദ്ധത്തിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. നിങ്ങളെ വിശ്വാസങ്ങളൊന്നും ശരിയല്ല. ഇതേ സക്കരിയ സലാഹി എഴുതിയ ഒരു പുസ്തകം നോക്ക് നിങ്ങൾ. ഈ ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും, ഈ പുസ്തകത്തിന്റെ 143-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് കാണാം. എന്താ? തറാവീഹിനെ കുറിച്ച് അയാൾ പറയാണ്. കേട്ടോളൂ നിങ്ങൾ. ഇതുകൊണ്ടാണ് അറബികളുടെ, അതായത് ഇബ്നു തൈമിയ്യ മുതൽ ഇബ്നു ബാസ് വരെയുള്ളവരുടെ വ്യാഖ്യാനം അബദ്ധമാണ്, പിഴവാണ് എന്ന് നാം ഇത്രയും കാലം ജനങ്ങളെ പഠിപ്പിച്ചത്. എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ മുതൽ
ഇബ്നു ബാസ് വരെ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ കുറയായി ഇവരുടെ മുഴുവൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളായി പരിചയപ്പെടുത്തുന്ന ആളുകൾ, പൂർവ്വകാല അറേബ്യൻ രാജ്യത്തുള്ള ആളുകൾ, അവര് പറയുന്ന വിശ്വാസമൊക്കെ അബദ്ധമാണ്, പിഴവാണ് എന്ന് ഇത്രയും കാലം ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചതാണ്. അപ്പൊ അവരുടെ നേതാക്കൾ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെ മുഴുക്കയും അബദ്ധമാണ്, പിഴവാണ് എന്ന് സക്കരിയ സലാഹി തന്നെ ഇതിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഈയിടെയായി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരുപാട് കാര്യങ്ങളിൽ അബദ്ധങ്ങളും പിഴവുകളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ വിശ്വസിച്ചിരുന്ന കാര്യം അബദ്ധമാണ് എന്ന് ഇപ്പോൾ അവർ സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വിത്റിലുള്ള ഖുനൂത്തിനെ കുറിച്ച് അയാൾ തന്നെ പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ വിത്റിലെ ഖുനൂത്തിന്റെ ഹദീസ് ലഈഫ് ആണെന്ന, ദുർബലമാണെന്ന ചില പണ്ഡിതന്മാരുടെ നിഗമനം സത്യമാണെന്ന് കരുതിയത് കൊണ്ടാണ് വിത്റിൽ ഖുനൂത്തില്ലെന്ന് നമ്മുടെ പണ്ഡിതന്മാരിൽ പലരും വിശ്വസിച്ചത്. ഇപ്പൊ എന്താ പറഞ്ഞത്? കുറെ ആൾക്കാർ ആ വിത്റിലുള്ള ഖുനൂത്ത് ശരിയല്ല എന്ന് പറഞ്ഞു, ലഈഫാണ് ഹദീസ് എന്ന് പറഞ്ഞു. അത് സത്യമാണ് എന്ന് കരുതിയിട്ടാണ് ഇക്കാലം എത്രയും നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പൊ ഏതോ ഒരു മൗലവി പറയാ, അതിനെ ഒരു തഖ്ലീദ് ചെയ്യാ. ഇങ്ങനെയാണ് വിത്റിൽ ഖുനൂത്ത് ഇല്ല എന്ന് മുജാഹിദ് പറഞ്ഞത് എന്ന് അവർ തന്നെ പറയുന്നു. അത് അബദ്ധമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഞാൻ പറയുന്നത്, ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങളൊക്കെ അബദ്ധമാണെന്നും തെറ്റാണെന്നും അവർക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പലതും ബോധ്യപ്പെടാനിരിക്കുന്നേയുള്ളൂ. സഹോദരന്മാര് ചിന്തിക്കണം. പിന്നെ അയാൾ പ്രസംഗത്തിൽ വല്ലാതെ വിഷമിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ചാലിയത്തെ അയാളുടെ ഗണ്യന പ്രസംഗത്തിൽ ഞാൻ വരുന്നതിൽ മൂപ്പർക്ക് വല്ലാത്ത എതിർപ്പുള്ളത് പോലെ മൂപ്പര പ്രസംഗത്തിൽ പറയാം. എന്നെ കുറിച്ച് പറയാണ് അയാൾ. എന്ത് അലവി എന്ന് പറഞ്ഞാൽ സഫീഹു ആണ്, താലിബുദ്ദുന്യയുമാണ്. സഫീഹ് എന്ന് പറഞ്ഞാൽ ആള് പൊട്ടൻ, വിഡ്ഢി എന്നൊക്കെ പറയാം. താലിബുദ്ദുന്യ എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ പിൻപറ്റി ദുനിയാവ് തേടി നടക്കുന്ന ആളാണ്. ഇയാളിത് രണ്ടും കൂടിയാണ്. അതുകൊണ്ട് ആ ചാലിയത്തൊന്നും പോകാത്തത് അയാൾ പറയാം. അപ്പൊ ഞാൻ പോകായിട്ട് മൂപ്പർക്ക് വല്ലാത്തൊരു വിഷമം ഇങ്ങനെ ഉള്ളത് പോലെ. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ, വെച്ചുകൊടുത്ത രണ്ടും കൂടിയാണ് ഇയാള്. പച്ച സഫീഹു ആണ്, താലിബുദ്ദുനിയാണ്. ആണ് ചാലിയത്ത് പോകാത്തത്. അതുകൊണ്ടാ ചാലിയത്തിന് പോകാത്തത്. കേട്ടില്ലെങ്കിൽ? അതായത് മൂപ്പര ഓരോ കള്ളികൾ ഞാൻ അങ്ങനെ പിടിക്കുകയാണ്, ഓരോ നുണകൾ പിടിക്കുകയാണ്. അയാളുടെ ഓരോ തിരുത്തലുകളും നേരത്തെ പറഞ്ഞതിനെപ്പോ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കയ്യോടെ പിടികൂടുമ്പോ മൂപ്പർക്ക് ഞാൻ മറുപടിക്ക് വേണ്ടി വല്ലാത്തൊരു പേടിയാ. ചാലിയത്തിന് പോകാത്ത അതുകൊണ്ടാണ്. ഞാൻ ഇവിടുന്ന് പോയി കിട്ടണമെന്നാ മൂപ്പര പൂതി. ആ പൂതിയുടെ മനസ്സിൽ വെച്ചള. നീ ചാലിയത്തല്ല, കേരളത്തിൽ എവിടെ ഉണ്ടോ അവിടെയൊക്കെ നിന്റെ പിന്നാലെ ഞാനുണ്ടാകും ഇൻഷാ അല്ലാഹ്. പോയിപ്പോ ഞങ്ങള് വല്ലപ്പോഴും മൂപ്പര് മാലയും മൗലിയത് മൂപ്പര മാസ്റ്റർ പീസാ പറഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച തന്നെ പോയി പറഞ്ഞു. പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. ഇനി വരുമോ നോക്കുക. നിന്റെ പിന്നാലുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ എന്നാ താലിബുദ്ദുനിയ ദുനിയാവിനെ തേടുന്ന, ഭൗതികത നേടി നടക്കുന്ന ആളാണ് ഞാൻ എന്നാ പറഞ്ഞത്. അതാരാ? ഞാനാണോ നിങ്ങളാണോ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ കൂടെ കിടന്ന ഒരാളുണ്ട്. ആരാ? അലി മദനി മുറയൂർ. അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എന്താണത്ര ഇവരുടെ പ്രത്യേകത? അറബി ഷെയ്ഖുമാരുടെ പണം മോഹിച്ചുകൊണ്ടാണ് സക്കരിയയും കൂട്ടരും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയല്ലോ, കൂടെ കിടക്കുന്നവർക്കല്ലേ അപ്പനി അറിയുള്ളൂ. മൂപ്പര് പറയട്ടെ, കേട്ടോളൂ. അലി മദനി പറയുന്നത് കേട്ടോളൂ. ഈ രീതിയിൽ അന്ധവിശ്വാസികളായി സ്വന്തം തല കൊണ്ട് ചിന്തിക്കാതെ അറബി നാട്ടിലുള്ള ശൈഖന്മാരുടെ പണം മോഹിച്ച് അവരുടെ തല കൊണ്ട് ചിന്തിക്കുന്ന ദുരവസ്ഥ ഇവർക്ക് വന്നുപെട്ടിരിക്കുന്നു. കേട്ടില്ലങ്ങള്? അതായത് അറബി നാട്ടിലുള്ള ശൈഖുമാരുടെ പണം മോഹിച്ചുകൊണ്ട് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട്? അപ്പൊ പിന്നെ എന്നെ കുറിച്ച് അത് പറയണ്ട, അതൊക്കെ അവിടെ തന്നെയാണ് തീർത്തളി. എന്നിട്ട് ഇങ്ങോട്ട് വരിക നല്ലത്. ഇയാൾ തന്നെ പറയുന്നു, അലിമദനി തന്നെ പറയുന്നു, മുജാഹിദുകൾ എത്ര തരാണിപ്പോ? പൗരോഹിത്യ മുജാഹിദുകൾ. പൗരോഹിത്യ മുജാഹിദ് എന്ന് പറഞ്ഞാ അന്യരുടെ മുതൽ അന്യായമായി തിന്നുന്നവർ. മുജാഹിദുകൾ എത്ര തരാം? ഒന്ന്, പുരോഹിതന്മാരായ പൗരോഹിത്യ മുജാഹിദുകൾ, അഥവാ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി ഭുജിക്കുന്നവർ. പരിശുദ്ധ ഖുർആൻ അവരെ സൂക്ഷിക്കണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്തു തൗബയിലെ വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആനിൽ അല്ലാഹു തആല സൂക്ഷിക്കണം എന്ന് കൽപ്പിച്ച പൗരോഹിത്യ മുജാഹിദുകളാണ് അത്ര അപ്പുറത്തുള്ള മുജാഹിദുകൾ എന്ന. അപ്പൊ ദുനിയാവിന്റെ പിന്നാലെ നടക്കുന്നത്, പണം കിട്ടാൻ വേണ്ടി നടക്കുന്നത് ഞങ്ങളല്ല സക്കരിയ, നിങ്ങളാണ് എന്ന് നിങ്ങളെ കൂടെ കിടക്കുന്ന ആളുകൾ പറയാണ്. പിന്നെ എന്നോടത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അതിന് ഉത്തരവാദിയുമല്ല. സഹോദരന്മാരെ, പിന്നെ ഇയാളെ പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ജനങ്ങളോട് സുന്നി പണ്ഡിതന്മാർ പറയുകയാണ്. എന്താ പറയുന്നത്? മുജാഹിദ് ശൈലി വളരെ വശ്യമാണ്, അത് കേട്ടാൽ നിങ്ങളൊക്കെ പിഴച്ചു പോകും എന്ന് അനുയായികളോട് സുന്നി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞു കേട്ടോളൂ. സാധാരണക്കാരോട് പറയാൻ നിങ്ങൾ കേട്ടുപോകരുത്, കേട്ടാൽ നിങ്ങളിൽ വീണുപോകും.
കാരണം വഹാബികളുടെ സംസാര ശൈലി അത്രയും വശ്യമുള്ളതാണ്, വശീകരണമുള്ളതാണ്. കേട്ടുപോകരുത്, കേട്ടാ പേച്ചു പോകും. അത്ര വശ്യമുള്ള ശൈലിയാണ് വഹാബികളുടെ ശൈലി. അതുകൊണ്ട് നിങ്ങൾ കേൾക്കരുത്. എന്നാ നമുക്കൊന്ന് നോക്കാം മുജാഹിദിന്റെ ശൈലി എത്ര വശീകരണം ഉണ്ട്. ഇതേ പ്രസംഗത്തിൽ തന്നെ ആദരണീയരായ AP ഉസ്താദ് അവരുകളെ കുറിച്ച്, ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. ശ്രീമാൻ കാന്തപുരം അതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കേട്ടില്ല നിങ്ങൾ? ശ്രീമാൻ കാന്തപുരമാണ് ഇതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇനിതാ കഴിഞ്ഞില്ല AP ഉസ്താദിനെ കുറിച്ച് പറയുന്നു, ശ്രീമാൻ കാന്തപുരമാണ് ഈ മക്ബറ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അയാൾ പറയുന്നത് കേട്ടോളൂ. ഓച്ചിറ ദാമോദരന്റെ ജാറം ഉദ്ഘാടനം ചെയ്യാൻ പോയതാരാ? ശ്രീമാൻ കാന്തപുരം. ശ്രീമാൻ കാന്തപുരം നല്ല വശ്യതയാണോ? കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുന്നത് എന്താ? ഓച്ചിറ ദാമോദരന്റെ ജാറം ഉദ്ഘാടനം ചെയ്യാൻ പോയി. നുണയാണ് സഹോദരന്മാരെ. ഓച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഓച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന, കണ്ടോ, അദ്ദേഹത്തിന്റെ പേരിലുള്ള പുസ്തകമാണിത്, ഓച്ചിറ ഉപ്പാപ്പ ജീവചരിത്രം. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. മുഹമ്മദ് മസ്ഊദ് റാവുത്തർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ വലിയാണ്. അയാളെ കുറിച്ചാണ് ഇവരെന്ത് പറയുന്നത്? ദാമോദരൻ നായർ എന്നൊക്കെ പറയുന്നത്. എന്തോ ആവട്ടെ, അവരുടെ വശ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിനെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. തലക്ക് സുഖമില്ലാത്ത മാനസിക രോഗിയാണ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. അത് മടവൂര് CM മടവൂര് പറഞ്ഞല്ലേ, അയാൾക്ക് തലക്ക് പേരില്ലാത്ത, തലക്ക് സുഖമില്ലാത്ത മാനസിക രോഗിയല്ലേ, തലക്ക് സുഖമില്ലാത്ത മാനസിക രോഗിയല്ലേ, തലക്ക് സുഖമില്ലാത്ത മാനസിക രോഗിയല്ലേ. നിങ്ങൾ കേൾക്കണം, എന്തൊരു വശ്യതയാണ് ഇതിനല്ലേ. എന്താണ് അതിൽ ആകർഷിച്ചു പോവാണ് ആളുകളൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചു സഹോദരന്മാരെ. ഇനി കഴിഞ്ഞോ, ഇയാൾ തന്നെ പറയുന്നത്, ഇയാളുടെ നേതാവ് ബാലുശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരി പറയുകയാണ്. എന്താ പറയുന്നത്? തങ്ങന്മാര് എന്ന് പറഞ്ഞൊരു കൂട്ടരുന്നില്ല. അപ്പൊ ശിഹാബ് തങ്ങൾ, ഖലീൽ തങ്ങളെ പറ്റിയൊക്കെ ചോദിക്കും. അവരൊന്നും തങ്ങളുമായി, അള്ളാന്റെ റസൂലുമായി പ്രത്യേക ബന്ധമൊന്നുമില്ല. കേട്ടോളൂ, തങ്ങന്മാര് നിലവിൽ ഉള്ള തങ്ങന്മാരൊന്നും തങ്ങന്മാരല്ല. അയാൾ പറയട്ടെ. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല, ആദർശം കൊണ്ട് തീരെയില്ല. അപ്പൊ കണ്ടോ, ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, അങ്ങനെ ഓരോ തങ്ങന്മാരൊന്നുമില്ല. നബി തങ്ങളുമായി ആദർശ ബന്ധം തീരെയില്ല. എന്നാ ഇനി തങ്ങന്മാരുണ്ട്. അത് ആരൊക്കെ ഉള്ള തങ്ങന്മാര്? അയാൾ തന്നെ പറയുന്നു. ലാൽ കൃഷ്ണ അഡ്വാനി, അഡ്വാനി ഒരു തങ്ങളാ. പിന്നെ ആരാ? അശോക് സിംഗാൾ വേറൊരു തങ്ങളാ. പിന്നെ ജോസഫ്, ഇവരൊക്കെയാണ് തങ്ങന്മാര്. കേട്ടോളൂ നിങ്ങൾ, അയാൾ തന്നെ പറയട്ടെ. എന്തൊരു വശീകരണം എന്നറിയും. ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുട്ടി അദ്വാനിയും വിനയക്കത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും തങ്ങളുടെ മക്കളാണ്. കണ്ടോ, എല്ലാരും തങ്ങന്മാരാണ്. അഡ്വാനി, അതുപോലെ അശോക് സിംഗാള്, ഇവരൊക്കെയാണ് യഥാർത്ഥ തങ്ങന്മാര്. കല്യാണിക്കുട്ടി, ഇവരൊക്കെയാണ് തങ്ങന്മാര്. മറ്റുള്ളവരാരും തങ്ങളല്ല. ഇനി സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേട്ടു നിങ്ങൾ. ആരാണ് തങ്ങന്മാര്? ശിഹാബ് തങ്ങൾ യഥാർത്ഥ ആത്മീയ നേതാവാണോ തങ്ങളാണോ? അയാൾ പറയുന്നത് കേട്ടോളൂ. പിന്നെ തങ്ങന്മാരങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങള് പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിലും ഓല് നേതാവ്, മതസംഘടനയിലും ഓല് നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതിനാ ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആളുകൾ ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രയാണ് ഞങ്ങൾക്ക്. കണ്ടോ, അപ്പൊ തങ്ങന്മാര് എന്നൊരു പ്രത്യേക വർഗമില്ല. എങ്ങനെയുണ്ട്? നല്ല വശ്യതയാണ് ഇവരുടെ പ്രസംഗത്തിൽ. നിങ്ങൾ കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? സക്കരിയ സലാഹി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടോളൂ. ഹറാമ് തിന്നുന്ന സഖാഫികൾക്ക് എന്ത് പരലോകാണ്. മർക്കസിന്റെ പേര് മാറ്റണം. മർക്കസു സഖാഫത്തി സുന്നിയ എന്നത് മർക്കട സഖാഫത്ത് സുന്നിയ എന്നാക്കണം എന്ന് കേട്ടോളൂ നിങ്ങൾ. വശ്യത കൊണ്ട് നമ്മൾ ലയിച്ചു പോവുകയാണ്. അറാമ് തിന്നുന്ന ഖക്കാബികൾക്ക് എന്ത് പരലോക? ഓൾക്ക് പരലോകല്ലാന്ന് അറിയാം, ഇവിടെ കിട്ടുള്ളൂ. അതാ ഭാര്യ വിളിച്ചുണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ പേര് മാറ്റണം, മർക്കട സഖാഫത്ത് സുന്നിയ എന്നാക്കണം. അതിൽ ലയിക്കരുത് നിങ്ങളാരും എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. പറയട്ടെ. പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പൊട്ടപ്പിക്കകളെ, കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണവടയാണ്. ഉളുപ്പുണ്ടോ? വൃത്തികെട്ടവന്മാര് ആസനത്തിൽ അതിന്റെ ഒരു വശ്യത എന്താന്ന് നിങ്ങൾ എന്താ ഇതൊരു സംഭവം? ആസനത്തിൽ ഊതലേ മുജാഹിദ് ആഫീസിൽ നടക്കുന്ന സംഗതി പറയാണ്. ഇപ്പൊ രണ്ടും രണ്ടായപ്പോഴല്ലേ നമുക്ക് കള്ളി പൊളിഞ്ഞത്. മുജാഹിദ് ആഫീസിലൊക്കെ ആസനത്തിൽ ഊത, ഒരു കൂട്ടരിങ്ങനെ നിന്ന് കൊടുക്കുക, ഒരു കൂട്ടരിങ്ങനെ ഊതി കൊടുക്കുക. എന്താണ് അത്രേ?
ഹേയ് അതിന്റെ വശ്യത നിങ്ങളൊക്കെ ലയിച്ചു പോകുന്നുണ്ടോന്നാവോ, ഞാൻ പോയി ശ്രദ്ധിക്കണില്ല. അതിന്റെ ബാക്കി കൂടി CP ഊതുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക, ആസനത്തിൽ ഊതൽ. അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവൂർ CP. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് പാക്ക് ചെയ്താ ഊതാൻ വെക്കോ ഈ സാധുര് വല്ലാന്തോണ്ടോ. ആസനം പാക്ക് ചെയ്യാ. എങ്ങനെയുണ്ട് ഇതിന്റെ വശ്യതയിൽ നിങ്ങളാരും ലയിച്ചു ഉറങ്ങിപ്പോകരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ട, എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ട. വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നിങ്ങൾ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഈ പഹരുന്ന് കൊടുത്ത ചൂറിന് കൂറുള്ള അടിമ കാപട്യത്തിന്റെ ഉസ്താദ്മാര് അന്നം തിന്നുന്ന മടവൂരി ഒരു തന്തയില്ലാത്തിരുത്ത് വാലാട്ടികളെ നിങ്ങൾ മുണുങ്ങിക്കോളി പൊട്ടന്മാരെ. മനുഷ്യത്തമ്പാടിയായി മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീന്നു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. എങ്ങനെയുണ്ട്? ഇതാണ് ഇപ്പൊ ഇവരെ സംസ്കാരം. നിങ്ങൾ ചിന്തിക്കണം. സുന്നികൾക്ക് സംസ്കാരമില്ല. ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പിന്നെ ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ കാരണന്മാരായി തല നിറച്ച ഇരുതലയും നിറച്ച കുറെ ആളുകൾ പ്രസംഗിച്ചു. CD കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങളെ സംസ്കാരം ഇപ്പൊ ഈ കേൾക്കുന്നത്. അതാണ് ഇപ്പൊ ഈ കാണുന്നത്. സഹോദരന്മാരെ ചിന്തിക്കണം. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വശ്യതയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാ ഇയാളെ കുറിച്ച് ഇവരുടെ കൂടെ കടന്നിരുന്ന അലി മദനി മൊറയൂർ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഇവർക്ക് ഇസ്ലാമിനോടും ആദർശത്തോടൊന്നും ഒരു നസീഹത്തും ഇല്ലാത്ത കൂട്ടരാണ്. പറയട്ടെ, ഇസ്ലാമിനോടോ ആദർശത്തോടോ വിശ്വാസത്തോടോ മുസ്ലിം സമൂഹത്തോടോ യാതൊരുവിധ താല്പര്യം ഒരു നസീഹത്തും ഇയാളുടെ പ്രസംഗങ്ങളിൽ ഇല്ല എന്നതാണ് വസ്തുത. കണ്ടോ, ഒരു നസീഹത്തും ഇയാളെ പ്രസംഗത്തിലില്ല എന്ന് കൂടെ കിടന്ന ആളുകളാ പറയുന്നത്, ഞങ്ങളല്ല. പിന്നെന്താ സഹോദരന്മാരെ? പിന്നെ ഇയാള് പറയുന്നത് എന്താ? മുസ്ലിയാക്കന്മാര് ഹറാമ് തിന്ന് സത്യാന്വേഷണ മനസ്ഥിതി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശക്തി നമ്മൾ തിന്നതൊക്കെ ഹറാമെന്നെ, ഹറാം ഇങ്ങനെ തിന്നെ എന്നിട്ട് സത്യാന്വേഷണ വിവേചന ശക്തി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂപ്പര് പറയാണ്. മൂപ്പര പ്രസംഗത്തിന്റെ ആ സൗകുമാര്യതയും വശീകരണവുമാണ്. നിങ്ങൾ കേട്ടോളൂ, അയാൾ പറയട്ടെ. സംബന്ധിച്ച് ഹറാമെന്നെ തിന്ന് സത്യാന്വേഷണ മനസ്ഥിതിയൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ടാവും. തിന്നണ സാധനങ്ങൾ ആ ജാതിയാണല്ലോ. നിങ്ങൾ തിന്നണത് ആ ജാതിയാണല്ലോ. അപ്പൊ സത്യാന്വേഷണ മനസ്ഥിതി തന്നെ പോയിട്ടുണ്ടാകും. എന്നെ കൊണ്ട് വായിപ്പിക്കണോ സക്കരിയ സലാഹി? ഇതേതാ പുസ്തകം? ഇത് നീല പുസ്തകമാണ്, കുപ്രസിദ്ധമായ നീല പുസ്തകം. മുജാഹിദ് പ്രസ്ഥാനം പിളരാനുള്ള പുസ്തകം, മടവൂർ ഗ്രൂപ്പിന്റെ നേതാക്കൾ ഇറക്കിയിട്ടുള്ള പുസ്തകം. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? 15ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കുന്നു. ഞങ്ങൾ ഇത് വായിക്കാൻ കരുതിയതല്ല, ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയാണ് സക്കരിയ. എന്താ? സംഹാര താണ്ഡവങ്ങൾ. ബഹുമാന്യനായ KP-ക്കു ശേഷം നേതാവായി സ്വയം അവരോധിതനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ സംഹാര താണ്ഡവങ്ങളുടെ കഥകൾ പലതും പറയാനുണ്ട്. ആദർശ വ്യതിയാനം ആരോപിക്കപ്പെട്ട പണ്ഡിത നേതാക്കളും മറ്റും ഉൾപ്പെട്ട സംസ്ഥാന കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂലമായി വോട്ടു ചെയ്യിക്കാനും എതിരായി വോട്ടു ചെയ്താൽ കൈകാര്യം ചെയ്യാനും വേണ്ടി എറണാകുളത്തു നിന്നും നൂരിഷ എന്ന പണക്കാരന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൗൺസിലിൽ ജാമിയ സലഫിയ, മുജാഹിദിന്റെ പുളിക്കൽ കോളേജാ, ആ സലഫിയയുടെ പവിത്രമായ ക്യാമ്പസിൽ കാവൽ നിർത്തിയിരുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി. ആരാത്? AP അബ്ദുൽ ഖാദർ മൗലവി. ഒരു സംഘം ഗുണ്ടകളെ എറണാകുളത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. ആ ഗുണ്ടകളുടെ പ്രത്യേകത എന്താ? പറയുന്നു ഇതിൽ. രാത്രിയും പകലും തങ്ങിയ ഗുണ്ടകൾ തിരിച്ചു പോയപ്പോൾ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ ക്യാമ്പസിൽ നിന്നൊഴിവാക്കാൻ തൗഹീദിന്റെ ധീര പടയാളിയായ ജനറൽ സെക്രട്ടറിയും കോക്കസും ഏറെ പാടുപെട്ടു. എന്താ പറഞ്ഞത്? നിങ്ങളെ സംസ്ഥാന വാർഷിക കൗൺസിൽ കഴിഞ്ഞ് പോയപ്പോ അവിടെ ഉണ്ടായ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ പെറുക്കിയെടുക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയും അനുയായികളും ഏറെ പാടുപെട്ടു എന്ന് പറയുന്നത് മുജാഹിദുകൾ പുറത്തിറക്കിയ പുസ്തകത്തിലാണ്. ഞാൻ ഇത് വായിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഞങ്ങളെ കൊണ്ട് ഇത് വായിച്ചതാണ്. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ എന്നിട്ട് പറയുന്നു കണ്ടോ, തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം നടന്ന എറണാകുളം കൗൺസിലും
ഈ ഗുണ്ടകൾ വിളയാടി. ഇതേ ഗുണ്ടാ സംഘം തന്നെ വളയംകുളം MVM സ്കൂളിൽ ഈയിടെ പലതവണ സംഹാര താണ്ഡവമാടി. പ്രദേശത്തെ മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും അന്നാട്ടുകാരായ ഈ ജനറൽ സെക്രട്ടറിയെ കൈയൊഴിച്ചപ്പോൾ MVM സ്കൂൾ പിടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി ആ ഗുണ്ടകളെയല്ലാതെ ലഭിച്ചില്ല. MVM സ്കൂളിന്റെ ചെയർമാനാണത്ര ഇദ്ദേഹം. സ്കൂളിന്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയ ഗുണ്ടകൾ സ്ഥലം വിട്ടപ്പോഴും മദ്യക്കുപ്പികൾ കാലിയാകാതെ സ്കൂൾ ക്യാമ്പസിൽ കിടന്നിരുന്നു. അന്നാട്ടുകാരായ മനുഷ്യർ ചോദിക്കുന്നു, ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന്? അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. ഇയാളാണോ, ഇവരാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന്? ഇത് നിങ്ങളിറക്കിയ പുസ്തകമാണ് സഹോദരന്മാരെ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആരെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ കള്ളു കുടിക്കുന്നുണ്ടാകും, നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. അത് മുജാഹിദിൽ എന്നുള്ള സുന്നികളിൽ ഉണ്ടാകും. ആരെങ്കിലും ഒക്കെ അറിയാതെ, വിവരമില്ലാതെ, അല്ലെങ്കിൽ കഥയില്ലാതെ പെട്ടെന്ന് മനുഷ്യൻ ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പലരും ചെയ്യും. അതിന് കുറ്റപ്പെടുത്തുകയല്ല. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ഹിദായത്ത് നൽകുമാറാവട്ടെ. പക്ഷെ അതല്ല, ഇതൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ ചെലവഴിച്ച, സദഖ ചെയ്ത, സംഭാവന കൊടുത്ത കഥയാണ് ഈ പറയുന്നത്. അവരാണ് നമ്മളോട് പറയുന്നത് എന്ത്? ഹറാമ് തിന്ന്, ഹറാമ് തിന്ന് 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 മനുഷ്യ ബുദ്ധി വിവേചനം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഇതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അതുകൊണ്ടാ സക്കരിയ സലാഹിയെ കുറിച്ച് അലി മദനി പറയുന്നത് കാണാം. എന്താ പറയുന്നത്? സക്കരിയ സലാഹി അല്ല, അയാൾ ഫസാദി ആയിട്ടുണ്ട്. കൂടെ കടന്നവർക്കുള്ളോ അറിയാ, ഞമ്മക്കറിയില്ലല്ലോ. അയാൾ പറയട്ടെ, വെച്ചു കൊടുക്ക്. ഇപ്പൊ പറ്റിയിട്ടുള്ളത് സക്കരിയ സലാഹിയായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പോൾ ഫസാദിയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഡോക്ടറായപ്പോഴേക്കും സക്കരിയ സലാഹി എന്ന സ്ഥാനത്ത് നിന്ന് പോയിട്ട് കുഴപ്പക്കാരനായിരിക്കുന്നു. പണ്ട് പറഞ്ഞതെന്ത്, ഇപ്പോൾ പറയുന്നതെന്ത്, ഇനി പറയാനിരിക്കുന്നതെന്ത് എന്ന ബോധമില്ലാതെയാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന ഉപമ കൃത്യമായി സക്കരിയക്കും സംഘത്തിനും യോജിച്ചതാണ്. കാരണം അവർ ശിർക്കിൽ മുഖം കുത്തി വീണു എന്നതുകൊണ്ട് തന്നെ വാമൊഴിയും വരമൊഴിയായും അവർ ആ കാര്യങ്ങൾ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിക്കുന്നു. അപ്പൊ മൂപ്പര് സലാഹിയല്ല, ഫസാദിയാണ്. ഇപ്പോ ശിർക്കിൽ മുഖം കുത്തി വീണിരിക്കുന്നു. ഞങ്ങള് പറയുന്നതല്ല സക്കരിയ, നിങ്ങളെ കൂടെ കടന്നിരുന്ന ആളാ ഇത് പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഇങ്ങനെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് അയാൾ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അയാൾ പഠിച്ചു വെച്ച ഷീട്ടുകളിലുള്ളത് പറയാനുള്ള ശ്രമമാണ് അയാൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്നിട്ടോ ഞാൻ ചോദിച്ച ചോദ്യങ്ങളെ സ്പർശിക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ മറുപടി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കില്ല. അപ്പൊ എന്തു ചെയ്യും? അയാളുടെ കയ്യിലുള്ള മറുപടിക്ക് പാകപ്പെടുത്തിയിട്ട് എന്റെ ചോദ്യം കണ്ട് മാറ്റിയാണ് മൂപ്പര്. അങ്ങനെ കളവുകളുടെ കൂമ്പാരം അയാൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്ക്, ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. അയാൾ പറയുന്നു മുജാഹിദുകളുടെ ബിദ്അത്ത്. ഞാനിവിടെ പറഞ്ഞിരുന്നു എന്റെ പ്രസംഗത്തിൽ, മുജാഹിദുകളുടെ ബിദ്അത്ത് എന്താണ്? ഞാൻ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം, നിങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം തന്നെ ബിദ്അത്താണ്. സംഘടനയല്ലട്ടോ. സംഘടന നിങ്ങളും ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെപ്പറ്റിയല്ല. ഈ പ്രസ്ഥാനം തന്നെ ബിദ്അത്താണ്. കാരണം എന്തുകൊണ്ട്? ഇതര 8-ാം നൂറ്റാണ്ടിൽ അന്തരിച്ച ഇബ്നു തൈമിയ്യ മുതലാണ് അയാളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലക്കുള്ള ആള് എന്ന് ഈ സക്കരിയ സലാഹി തന്നെ പറഞ്ഞ ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചിരുന്നു, നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ പുതിയ പ്രസ്ഥാനാണിത്, ഇത് മുമ്പുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇയാളെ ചങ്കിന് തറക്കുന്നത് എനിക്കറിയാം. അപ്പൊ അയാള് ആ ചോദ്യത്തെ, ഞാൻ പറഞ്ഞ വിഷയത്തെ നേരെ മറിച്ചിടുകയാണ്. എന്നിട്ട് മൂപ്പര് പറയാം, അപ്പൊ നിങ്ങൾക്ക് കേൾക്കണോ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥി എന്താണെന്നറിയോ? നമ്മൾ സംഘടന ഉണ്ടാക്കി എന്നതാണ്. പറഞ്ഞു നോക്കി നിങ്ങൾ, എത്ര സുഖ. പറയട്ടെ, അയാൾ കേട്ടോളൂ. മുജാഹിദുകളുടെ ബിദ്അത്ത് എന്താണ് കേൾക്കണമെങ്കിൽ, ഒന്നാമത്തെ ബിദ്അത്ത് മുജാഹിദുകൾ സംഘടന ഉണ്ടാക്കി എന്നുള്ളതാണ്. 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായ സംഘടനയാണ്. പറയുന്നേട്ടാത്തൊന്നും പോലും സംഘടനയല്ല. എടോ, ഞങ്ങൾ 1924 ഉണ്ടായത്, ഞങ്ങൾ 1926 അപ്പൊ ഏതാ ഏറ്റവും പുതിയത്? ഞങ്ങളെക്കാൾ 2 കൊല്ലം കൂടി പുതിയത് നിങ്ങളാ. അപ്പൊ ഞങ്ങളെ സംഘടന ബിദ്അത്താണെങ്കിൽ നിങ്ങളെ സംഘടന ബിദ്അത്താ. കേട്ടില്ലേ? അപ്പൊ സംഘടന ഉണ്ടാക്കി എന്നതാണ് ബിദ്അത്ത്. സഹോദരന്മാരെ, എന്റെ കഴിഞ്ഞ പ്രസംഗത്തിന് മറുപടിയായി ഇയാൾ പറഞ്ഞത്. എന്നാ കഴിഞ്ഞ തവണ ഞാൻ പ്രസംഗിച്ചത് എന്തായിരുന്നു? സംഘടന ഉണ്ടാക്കൽ ബിദ്അത്താണ് എന്നല്ല ഞാൻ പറഞ്ഞത്. കേട്ടോളൂ, എന്റെ പ്രസംഗം നിങ്ങൾ കേട്ടോളൂ. നുണ പറയുന്ന ഈ മൗലവിയെ നിങ്ങൾ മനസ്സിലാക്കും വേണം. സഹോദരന്മാരെ, ഈ പ്രസ്ഥാനം തന്നെ ബിദ്അത്താണ്, സംഘടന അല്ലട്ടോ.
പ്രസ്ഥാനം തന്നെ വിദ്യാർത്ഥാണ്, സംഘടന അല്ലട്ടോ. KNM എന്നുള്ള സംഘടന ഉണ്ടാക്കിയതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ സമസ്തയും പുതിയതുണ്ടായതല്ലേ ചോദിക്കാൻ നിൽക്കണ്ട. KNM എന്നുള്ള സംഘടന ഉണ്ടാക്കിയതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ സമസ്തയും പുതിയതുണ്ടായതല്ലേ ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പറയുന്ന സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ, അതെന്നെ വിദ്യാർത്ഥാണ്. കണ്ടോളിങ്ങൾ, ഞാൻ വ്യക്തമായി പറഞ്ഞതാ, സംഘടന ഉണ്ടാക്കിയതല്ലോ. KNM എന്ന സംഘടന ഉണ്ടാക്കിയതിനെ പറ്റിയല്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും സമസ്ത ഉണ്ടാക്കിയതല്ലേ അതുപോലെ എന്ന് ചോദിക്കും. അതുകൊണ്ട് അതല്ല വിഷയം, നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് നേരെ മറിച്ചിട്ട് ഈ പച്ചയായി കളവ് പറയാൻ ആർജവം കാണിച്ച ഈ മനുഷ്യന്റെ തൊലിക്കട്ടി അയാളെ കൊണ്ടുവരുന്ന മുജാഹിദുകൾ മനസ്സിലാക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് അപ്പടിക്കാൾ വിഴുങ്ങിക്കൊണ്ട് പച്ച നുണ പറയാൻ ഉളുപ്പില്ലാത്ത മനുഷ്യൻ. ഇനി നിങ്ങൾ നോക്ക്, അയാൾ തന്നെ പറയുന്നു. മറ്റൊരു വിദ്യാർത്ഥി ഞാൻ ഇവിടെ പറഞ്ഞു, എന്താ മമ്പുറത്തെ തങ്ങൾ വിഗ്രഹമാണെന്ന് ഇവിടെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം വെച്ചുകൊണ്ട് ക്ലിപ്പ് വെച്ചുകൊണ്ട് പ്രസംഗിച്ചു. അപ്പൊ ഇയാളിപ്പോ പറയുന്നത് എന്താണ്? പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ പറഞ്ഞു, മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്ന് പറഞ്ഞു. മമ്പുറം തങ്ങളല്ല, ജാറമാണ് വിഗ്രഹം അയാൾ പറയുന്നത്. കേട്ടോളൂ, നുണ പറയാണ്. പിന്നെ ഇവിടെ പറഞ്ഞ വലിയ കാര്യം എന്താണെന്നറിയോ? മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്ന് പറഞ്ഞു. മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളുടെ ജാറം. മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളുടെ ജാറം. കണ്ടില്ലെങ്കിൽ തങ്ങൾ വിഗ്രഹം എന്നല്ല, മമ്പുറം തങ്ങളെ ജാറം വിഗ്രഹമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സഹോദരന്മാരെ, അങ്ങനെയാണോ? ആ പറഞ്ഞത് തന്നെ ശരിയല്ല, അതിരിക്കട്ടെ, അത് കളവാണ്, ശുദ്ധാസംബന്ധാണ്. മമ്പുറം തങ്ങളെ ജാറവും വിഗ്രഹമല്ല, അത് വേറൊരു വിഷയമാണ്. പക്ഷെ ബാലുശ്ശേരി നേരത്തെ പറഞ്ഞിരുന്നതും ഞാൻ വെച്ചിരുന്നതുമായ ക്ലിപ്പിലുള്ളത് എന്താ? മമ്പുറം തങ്ങൾ വിഗ്രഹമാണ് എന്നാണ്. കേട്ടോളൂ. അവരുടെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. കണ്ടോ, സക്കരിയ പറഞ്ഞത് എന്താ? മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളെ ജാറം. ഇനി അത് രണ്ടും കൂടി ഒന്ന് വെച്ചു കൊടുത്ത. മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളുടെ ജാറം. മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളുടെ ജാറം. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. കണ്ടോ സക്കരിയ, ഇതാ നുണ പിടിക്കൽ യന്ത്രാണിത് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. നീ പറയുന്ന സർവ്വ നുണകളും ഞങ്ങൾ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി പറയാൻ ഇവിടെ കഴിയോ, സമയം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുള്ളൂ. സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്കൂ, ഈ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്താ മുജാഹിദ് വഹാബി പ്രസ്ഥാനത്തിന്റെ തീവ്രവാദം വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു, പഴയ കാലത്ത് മക്കയിലും മദീനയിലുമുള്ള ജാറങ്ങൾ അടിച്ചു പൊളിച്ച് നിരപ്പാക്കി വിശുദ്ധ കഅബാലയം കൊള്ളയടിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനൊന്നും ഒരു മറുപടിയില്ല. അപ്പൊ മൂപ്പര് പറയാണ്, ഇപ്പൊ എന്താ, ആല് സുഊദ് ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾ എഴുതിയ കുറെ കളവുകളും അർദ്ധസത്യങ്ങളും നിങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഞങ്ങളെ കുറിച്ചൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ നമ്മൾ സുന്നികളെ എഴുതിയതാണ് ഇത്ര. അത് കേട്ടോളൂ, അയാൾ പറയട്ടെ, കളവ് കേട്ടോളൂ. നിങ്ങൾക്ക് സൗദി അറേബ്യയിലെ കുറെ ആല് സുഊദ് ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾ എഴുതിവിട്ട കുറെ അർദ്ധസത്യങ്ങളും കളവുകളും ഇവിടെ വന്നിട്ട് ചറവറാത് പറഞ്ഞു. കണ്ടോ? അപ്പൊ നിങ്ങൾ എഴുതി വിട്ടതാണ് എന്നാ പറഞ്ഞത്. ഞങ്ങൾ സുന്നികളായ നമ്മൾ എഴുതി വിട്ടതാണോ? സഹോദരന്മാരെ, എന്റെ രണ്ട് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് KC അബൂബക്കർ മൗലവി എന്ന് പറയുന്ന മൗലവി, ഇവരുടെ പ്രാചീന നേതാവായ EK മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള അൽ ഇത്തിഹാദ് അറബി മലയാള മാസികയിൽ KC അബൂബക്കർ മൗലവി എന്ന് പറയുന്ന മൗലവി എഴുതിയ ലേഖനമാണ് ഞാൻ പറഞ്ഞത്. മക്ബറകൾ കൊള്ളയടിച്ചു, മക്കയിലും മദീനയിലുമുള്ള ജാറങ്ങൾ അടിച്ചു പൊളിച്ച് നിരപ്പാക്കി, ഹറമൈനിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ചു, അവിടെയുണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ചു, പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്ത് വിറ്റു. 10,000-കണക്കിന് വമ്പിച്ച വഹാബി സൈന്യം അവിടെയുള്ള വിശ്വാസികളെ കൊന്നൊടുക്കി. ഇതൊക്കെ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന മുജാഹിദിന്റെ പത്രത്തിലുള്ളതാണ്. ഇത് ഞങ്ങൾ എഴുതിയതല്ല, നിങ്ങൾ എഴുതിയതാണ്. ഞാൻ ചോദിച്ചോട്ടെ, EK മൗലവി ഞങ്ങളുടെ ആളാണോ? KC അബൂബക്കർ മൗലവി ഉഗ്രപുരം ഞങ്ങളുടെ ആളാണോ? സക്കരിയ, നുണ പറയുമ്പോൾ വാ പൊളിക്കുമ്പോ ശ്രദ്ധിക്കണം. നുണ പറഞ്ഞാൽ പോരാ, അതിവിടെ തെളിയിക്കപ്പെടണം. ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്, കഴിഞ്ഞില്ല. ഇതേതാ പുസ്തകം? ഈ മൊയ്തു മൗലവി എഴുതിയ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും. ഈ പുസ്തകത്തിൽ പറയുന്നതോ ഇതിന്റെ 68-ാമത്തെ പേജിൽ ഇതിലും പറയുന്നു, പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച രത്നങ്ങൾ കൊള്ളയടിച്ച് അവരുടെ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. ഇത് ഞങ്ങളുടെ
പുസ്തകമല്ല സക്കരിയ, കളവ് പറയല്ല സക്കരിയ, നുണ പറയല്ല സക്കരിയ, ഫസാദിയാവല്ല സക്കരിയ. മലയാളമെങ്കിലും നിനക്ക് തിരിയണം, അറബി ഏതായാലും തിരിയില്ല. മലയാളത്തിൽ എഴുതിയ ഈ പുസ്തകമെങ്കിലും ഒന്ന് വായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവണം. സഹോദരന്മാരെ, സക്കരിയ സലാഹിയുടെ കളവുകളാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഇനി അയാളുടെ കളവുകൾ തുടരുകയാണ്. കേൾക്കൂ നിങ്ങൾ. ഞാൻ കഴിഞ്ഞ തവണ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് 70 ചില്ലാനം, 73 72 ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. ഈ സമുദായം ഛിന്ന ഭിന്നമാകും, അതിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് കുറിക്കുന്ന ഹദീസ് ഞാനിവിടെ വിശദീകരിച്ചിരുന്നു. ആ വിശദീകരണത്തിൽ ഞാൻ പറഞ്ഞു അതിനെ മുജാഹിദുകൾ നിഷേധിക്കുന്നുണ്ട് ഈ ഹദീസിനെ. എന്നിട്ട് അയാൾ പറയുന്നു, സക്കരിയ സലാഹി ഇതിനോട് പ്രതികരിക്കുകയാണ്, ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. കേട്ടോളൂ നിങ്ങൾ, അയാളുടെ ആ കളവ് കേട്ടോളൂ. 73 കക്ഷിയായി മുസ്ലിമീങ്ങൾ പിരിയുമെന്നും 72 നരകത്തിലാണെന്നും ഒരു കക്ഷി മാത്രം സ്വർഗത്തിലാണെന്നും പറയുന്ന ഹദീസ്. സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ്? ആ കക്ഷി അഹ്ലുസുന്നത്ത് വൽ ജമാഅയാണ്. എന്നാൽ മുജാഹിദീങ്ങൾ അതിനെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ലെന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്നാണ്. വാസ്തവത്തിൽ പച്ച നുണയാണ് ആ പറഞ്ഞത്. ആ ഹദീസിനെ ഞങ്ങൾ ഒരു കാലത്തും നിഷേധിച്ചിട്ടേ ഇല്ല. കണ്ടോ, ഒരു കാലത്തും ഞങ്ങൾ നിഷേധിച്ചിട്ടേ ഇല്ല. നിഷേധിച്ചു എന്ന് പറയുന്നത് പച്ചക്കളവാകുന്നു. ശരി, അത് കളവാണോ അല്ലേ നമുക്ക് നോക്കാം. ഇയാളുടെ ഇതിന് ശേഷം പറയുന്ന പ്രസംഗത്തിൽ തന്നെ അയാൾ കളവ് പറയുന്നു, നിഷേധിക്കുന്നു. കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ, തൊട്ടടുത്തുള്ള ഭാഗം അയാൾ പറയട്ടെ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി. വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഉമ്മത്ത് ഭാവിയിൽ 73 കക്ഷികളാവും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ആരാണ് ഒരു വിഭാഗം? റസൂലിനോട് ചോദിച്ചപ്പോൾ, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. മാ അന അലൈഹി, അതാണ് അസ്സുന്ന, വഅസ്ഹാബി, അതാണ് അൽ ജമാഅ. ഈ ഹദീസിൽ നിന്നും നമ്മുടെ മുൻഗാമികൾ പിടിച്ചെടുത്തതാണ് ഈ പദപ്രയോഗം അഹ്ലുസുന്ന വൽ ജമാഅ എന്നത്. അല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞതാണ്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞതാണ്. കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ ഈ പറഞ്ഞ പ്രസംഗത്തിൽ തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന പദം മാനഅലൈഹി വസുഹബി എന്നതിൽ നിന്ന് പിടിച്ചെടുത്തു എന്നല്ലാതെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആകുന്നു എന്നൊരു പദം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി സഹിഹായ ഹദീസിൽ വന്നിട്ടില്ല എന്നാണ് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞത്. ആദ്യം പറഞ്ഞതോ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്നതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു, നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് സുന്നികളായ നമ്മൾ പറഞ്ഞത് കളവാണ്. ഇപ്പോഴോ അയാളത് നിഷേധിക്കും ചെയ്തു. എന്നാൽ അയാൾ വേറൊരു കളവും കൂടി അവിടെ പറഞ്ഞു. എന്താണ്? അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞത് സഹിയായ ഹദീസിൽ അങ്ങനെ ഇല്ല എന്നാണ്. അതും കളവാണ്. ഇയാൾക്ക് കളവ് മാത്രമേ പറയാൻ അറിയുള്ളൂ സഹോദരന്മാരെ. എന്തുകൊണ്ട്? അബ്ദുറഹ്മാൻ അൻസാരി ആദ്യം പ്രസംഗിച്ച പ്രസംഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നു, സഹീഹ് പോകട്ടെ, ലഈഫായ ഹദീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തെളിയിക്കാൻ കഴിയുമോ എന്നാ അബ്ദുറഹ്മാൻ അൻസാരിയുടെ വെല്ലുവിളി. ഇയാൾ പറയുന്നതോ സഹിയായ ഹദീസിലില്ല എന്നാണ് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞത്. കളവുകൾ പറയുമ്പോ എന്തുമാത്രം ഇദ്ദേഹത്തിന്റെ ധൈര്യം എത്രയാണെന്ന് നിങ്ങൾ ഓർക്കണം. അബ്ദുറഹ്മാൻ അൻസാരി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഞങ്ങള് നരകത്ത് കാക്കാൻ റഷീദ് സക്കാഫി ചെയ്താണ്ട് നിങ്ങള് റഷീദ് സക്കാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സക്കാഫി വിശദീകരിക്കുക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണ് പറയല്. ഹും അഹ്ലു സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അതും ഞങ്ങളാ പറയല്. അവർ റസൂലുള്ള അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലു സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഓലാളെ പുസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കണത് ഓലെ പറ്റിയാവും. അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. പിന്നെ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പച്ച നുണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുതഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ
ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിയുന്ന സമയം തരാ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരോടുണ്ട്, ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ, അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ, ആരുദ്ധരിച്ചു, സ്വഹീഹാണോ ലഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. കണ്ടോ, അൻസാരിയുടെ ക്ലിപ്പ് ഇങ്ങനെയാണ്. വഹാബി നേതാവ് സക്കരിയ പറഞ്ഞതുപോലെയല്ല, സക്കരിയ മൗലവി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്, കളവാണ്. അതുകൊണ്ട് തന്നെ അയാൾ പച്ച കള്ളം പറയാനാണ് ചാലിയത്ത് 2 ദിവസം തങ്ങിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ആ ഹദീസ് ഉദ്ധരിച്ചിരുന്നു, കിതാബു തംബീഹിലുണ്ട് എന്ന് ഉദ്ധരിച്ചിരുന്നു. അപ്പൊ അയാൾ പറയാണ്, അങ്ങനെ ഒരു കിതാബ് ഞമ്മക്കാർക്കും പരിചയമില്ലല്ലോ. കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്നത്. ഇയാൾ പറയുന്നു ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബ് തംബീഹിലുണ്ട്. ആയിക്കോട്ടെ, കിതാബ് തംബീഹിൽ അതിന്റെ സനദ് സഹിതം അടുത്ത ആഴ്ച ഇവിടെ വായിച്ചോ. ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബ് തംബീഹ് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ അത്ര തന്നെ പരിചയമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബ് തംബീഹ്. കേരളത്തിൽ ആർക്കും കേട്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത, അറിയാത്ത കിതാബാണ്. നിങ്ങൾക്ക് അതിന് ഏതാ അറിയെങ്കായി അന്ന് പറഞ്ഞാണ്. ആ അറിയുന്നതിന്റെ ലിസ്റ്റ് ഒന്നിന് പറഞ്ഞ ആഫീസിൽ തന്നെ ഷീട്ടല്ലാതെ വേറെ വല്ല കഥയുണ്ടോ? എന്നാലിതാ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പരിചിതമായ ഗ്രന്ഥമാണ് ഹാഫിദ് അബുൽ ലൈസിന്റെ കിതാബു തംബീഹുൽ ഗാഫിലീൻ എന്ന വിശ്രുത ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ 260-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഖാലൂ യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ വാഹിദ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിഭാഗം ഏതാണ് നബിയേ? ഖാല, അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഖാല റസൂലുള്ളാഹി. അപ്പോ സക്കരിയ സലാഹി പറഞ്ഞ കളവ് ഇല്ലാതെ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതിൽ 3 കളവുകളാണ് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുള്ളത്. ദാരുണമായ ദുഃഖം എന്നല്ലാതെ എന്തു പറയാൻ? സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ, അയാളുടെ കളവിന്റെ പരമ്പര നിൽക്കുന്നില്ല. കഴിഞ്ഞ അദ്ദേഹത്തിന്റെ 2 പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ച മിമ്പറിലേക്ക് ഖത്തീബ് കയറുന്ന സന്ദർഭത്തിൽ വടികത്തി കൂർപ്പിച്ച വാള് നിങ്ങൾ പിടിക്കുന്നു. ഈ വാള് പിടിക്കുന്നത് ഇശാറത്തുന്നില അന്ന ഹാദദ്ദീന ഖാമ ബിസ്സലാഹി, ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ച അയാൾ ഗംഭീരമായി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, മൗലവി അതിന്റെ അർത്ഥം അങ്ങനെയല്ല, വാളുകൊണ്ട് പ്രചരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം എന്ന് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് ചമ്മിയിട്ടുണ്ട്, വല്ലാതെ ചമ്മി. അപ്പൊ അദ്ദേഹം പിന്നെ പദം വന്നുകൊണ്ട് പറയാണ്, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് അങ്ങനെയല്ല, പിന്നെ ഞാൻ പറഞ്ഞത് ഇസ്ലാം വിരുദ്ധർക്ക് വളം വെക്കാനല്ലേ അത് ഉപകരിക്കൂ എന്നാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കേട്ടോളൂ, അയാളുടെ കെട്ടിത്തിരിച്ചിട്ട് കേട്ടോളൂ, അയാൾ പറയട്ടെ. നിങ്ങളെ പള്ളിദർശന കിതാബുകളിൽ വാള് പിടിക്കണമെന്ന് പറയുന്നു, അത് ആയുധം കൊണ്ടാണ് ദീൻ നിലനിന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, ഈ ആയുധം കൊണ്ട് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വളം വെക്കാനല്ലേ നിങ്ങളുടെ നടപടി ഉപകരിക്കുള്ളൂ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെയല്ല ചോദിച്ചിരുന്നത്, ഇപ്പൊ അയാൾ പരുവത്തിൽ വന്നതാണ്. അയാൾ മുമ്പ് ചോദിച്ചത് കേട്ടോളൂ, ഇപ്പൊ അത് നുണ പറയാണ്. മുമ്പ് ചോദിച്ചത് കേട്ടോളൂ നിങ്ങൾ, അയാൾ ചോദിക്കട്ടെ. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്നതിന്റെ തെളിവായിക്കൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ജുമയ്ക്ക് ഖുത്ബക്ക് കയറുമ്പോൾ വടി ചെത്തിക്കൂർപ്പിച്ച വാള് കയ്യിലെടുക്കുന്നത് എന്ന് മുഗനി എന്ന നിങ്ങളെ കിതാബിലില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടേ ഇല്ല. ഞാൻ 2 തവണയും മിണ്ടിയിട്ടില്ല. ഒരു തവണ കൈയൊഴിച്ചു, കാരണം അയാൾ വിവരം ജാഥ പറയായിരിക്കുന്നു കരുതിയിട്ട്. പക്ഷെ കഴിഞ്ഞ എന്റെ പ്രസംഗത്തില് നന്നായി ഞാൻ മറുപടി കൊടുത്തു. അപ്പൊ ഇയാള് ആകെ കിടന്നുഴലുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചത് കേട്ടോളൂ നിങ്ങൾ. ഇയാൾ മിണ്ടിയിട്ടുണ്ടോ ഇല്ലയോ നുണ പറയാണ്. ഞാൻ മിണ്ടിയിട്ടുണ്ട്, പറയട്ടെ. കാമബിസ്സിലാഹി, ആയുധം കൊണ്ട് കാമബിസ്സിലാഹി എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞ ഈ പദത്തിന്റെ അർത്ഥം എന്താ? ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്നാണോ മൗലവി? അറബി ഭാഷയിൽ അങ്ങനെ അർത്ഥം ഉണ്ടെങ്കിൽ സക്കരിയ സലാഹിയല്ല, കേരളത്തിലുള്ള സർവ്വ മൗലവിമാരും ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിയുമോ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് തെളിയിക്കാൻ? വിവരമില്ലാത്ത ജനങ്ങളുടെ മുമ്പിൽ വിഡ്ഢിത്തം വിളിച്ചു കൂവണ്ട സക്കരിയ. ഈ വിഡ്ഢിത്തം പറയുകയാണ് എന്ന് കരുതിയിട്ടാ കഴിഞ്ഞ തവണ ഞാൻ മിണ്ടാതിരുന്നത്. കാമബിസ്സിലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത്രേ, ആയുധം കൊണ്ട് പ്രചരിച്ചു എന്നത്രേ. ഏത് ഭാഷാ ഡിക്ഷണറിയിൽ അങ്ങനെയുള്ളത് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ?
എന്റെ ഒന്നാമത്തെ പ്രസംഗത്തിന് ഞാൻ വെല്ലുവിളിച്ച ഒരു കാര്യമുണ്ട്, ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. വകാന മുസ്തഹ്തറൻ ബിശ്ശറാബ്, അയാൾ നിസ്സങ്കോചം കള്ളു കുടിച്ചവനായിരുന്നു എന്ന് ഉത്തുബിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിച്ചിരുന്നു, ഏത് ഡിക്ഷണറിയിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ അർത്ഥം കള്ളു കുടിച്ചവനാണ്. മിണ്ടിയിട്ടില്ല രണ്ടാമത്തെ പ്രസംഗത്തിൽ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, താമബിസിലാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആയുധം കൊണ്ട് ഇസ്ലാം പ്രചരിച്ചു എന്നാണെന്ന് ആര് പറഞ്ഞു? ആരാണ് അതിനർത്ഥം പറഞ്ഞത്? ഏത് ഭാഷാ നിഘണ്ടുവിലാണുള്ളത് എന്നാ എനിക്കറിയേണ്ടത്. ജഹാലത്ത് വിളമ്പുക, വിഡ്ഢിത്തം വിളമ്പുക, കഥയില്ലാത്ത. നിങ്ങൾ മലയാളം വായിച്ചോളി, ഞങ്ങൾക്കൊരു എതിർപ്പില്ല. അറബി വായിക്കണമെങ്കിൽ കുറച്ച് കഥ വേണം, വിവരം വേണം, ഇല്ലാതെ പറയാൻ പറ്റൂല. കണ്ടോളൂ നിങ്ങൾ, ഞാൻ അതിനെക്കുറിച്ച് മിണ്ടിയതാണ് ആ കേട്ടത്. ആ മിണ്ടിയത് കൊണ്ടാ സക്കരിയ ആകെ വട്ടം കറങ്ങിയത്. അപ്പൊ മൂപ്പര് പറയാ, അങ്ങനെ വാളുകൊണ്ട് പ്രചരിച്ചു ആളുകൾക്ക് വളം വെക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്? അതും നുണയാണ്. നുണയിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമുക്കിതിലൂടെ തെളിയിക്കാൻ കഴിയും. സഹോദരന്മാരെ, കഴിഞ്ഞില്ല. പിന്നെ ഇസ്തിഗാസക്ക് തെളിവ് പറഞ്ഞിരുന്നു. എന്താ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച സർവ്വ വസ്തുക്കളുടെയും ഷർറുകളിൽ നിന്ന് അല്ലാഹുവിന്റെ മഹാത്മാക്കളോട് അൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറത്തുൽ മുഖദ്ദസത്തു ത്വയ്യിബ, പരിശുദ്ധാത്മാക്കളോട് കാവൽ ചോദിക്കുന്നു എന്ന ഒരു വിഷയം നമ്മൾ പറഞ്ഞിരുന്നു. അതിന് പണ്ഡിതന്മാർ, റാസി മാത്രമല്ല മറ്റു പണ്ഡിതന്മാരും ഈ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സക്കരിയ നുണ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ആള് പറയട്ടെ. ഏതൊക്കെ പണ്ഡിതന്മാരാ പറഞ്ഞത്? റാസി പറഞ്ഞു. റാസി തന്നെ ഫൽസഫിയാക്കളുടെ തത്വചിന്തകന്മാരെ വാദമാണെന്ന് പറഞ്ഞു. റാസിക്ക് പിന്നെ ഉദ്ധരിക്കാൻ കിട്ടിയ ആരെയായിരിക്കും? ഫൽസഫാവാദങ്ങൾ സ്വീകരിച്ച ഇബ്നു റുശ്ദ്, കിന്ദി, ഫാറാബി പോലത്തെ ആളുകളോ അല്ലെങ്കിൽ പിന്നെ സോക്രട്ടീസോ അരിസ്റ്റോട്ടിലോ ഒക്കെ ആയിരിക്കും. മുസ്ലിം പണ്ഡിതന്മാര്, ഇമാമുകളോ മുഹദ്ദിസുകളോ മുഫസ്സിറുകളോ ഒന്നും അത് പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പച്ച നുണയാണ്. വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നല്ലാതെ ജഹാലത്ത് വിളമ്പാൻ പറ്റൂല. തഫ്സീർ ഗറായിബുൽ ഖുർആൻ നോക്കിക്കോ, അദ്ദേഹം മുഫസ്സിറാണ്. അദ്ദേഹം സോക്രട്ടീസ് അല്ല, അല്ലെങ്കിൽ ഫിലോസഫിക്കാരനല്ല, മുഫസ്സിറാണ്. പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ. മഹാനവറുകൾ പറയുന്നു, ഫകഅന്നൽ അർവാഹൽ ബശരിയത തസ്തഈദു വതസ്തഈനു ബിൽ അർവാഹിൽ ഉൽവിയ്യ ഫീ ദഫ്ഇ ശുറൂറിൽ അർവാഹിൽ ഖബീസ. ഇമാം റാസി പറഞ്ഞതിലേറെ പത്തര പണത്തൂക്കം മുന്നിൽ നിന്നുകൊണ്ട് തഫ്സീർ ഗറായിബുൽ ഖുർആനിൽ അല്ലാമാ നിസാമുദ്ദീൻ മൈസാബൂരി അതാ രേഖപ്പെടുത്തി വെക്കുന്നു. സക്കരിയ, വിവരക്കേട് വിളമ്പണ്ട, നുണ പറയണ്ട. റാസി അല്ലാത്ത വേറെ ഒരാളും പറഞ്ഞിട്ടില്ല എന്ന് നീ കഥയില്ലാതെ പറയുകയാണ്. ചാലിയത്ത് വെച്ചതിന്റെ ഓരോ വിഡ്ഢിത്തവും ഞങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. അതൊക്കെ ഞങ്ങൾ തിരുത്തിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്ക്, അദ്ദേഹം എന്നെ കുറിച്ച് വല്ലാത്തൊരു കളവ് പറയുകയാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഹദീസ് ഞാൻ ഉദ്ധരിച്ചപ്പോൾ അത് ഇസ്തിഗാസക്ക് തെളിവല്ല എന്നതിന് രേഖയായി ഫത്ഹുൽ ബാരിയിലുള്ള ഒരു ഉദ്ധരണി സക്കരിയ വാദിച്ചു. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു. അതേക്കുറിച്ച് അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ വിശദീകരണം ചുരുക്കുകയാണ്. അയാൾ പറയട്ടെ. വ്യക്തമായി തന്നെ ഫത്ഹുൽ ബാരിയിൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്കലാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട് പിന്നെ അവസാനം ചോദിക്കാണ്, അങ്ങനെ മഖ്ലൂക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ മഹാന്മാരിൽ നിന്ന് കിട്ടുമോ? പിന്നെ അവസാനം ചോദിക്കാണ്, അങ്ങനെ മഖ്ലൂക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ മഹാന്മാരിൽ നിന്ന് കിട്ടുമോ? പിന്നെ മഹാന്മാര് മഖ്ലൂക്ക് അല്ലേ?